ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാണ് എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്കും ഷെയറും, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 5-6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കനും പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഒരു ചെറിയ കഷ്ണം സവാള ഇട്ടിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ലെറ്റ്യൂസ്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ബീൻസ് ഇല്ലേ, അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു പാനിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ഇടാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ആവശ്യമുണ്ട്. അപ്പം ഒരു 2 സ്പൂണ് കോൺഫ്ലോറും പിന്നെ ഒരു എഗ്ഗും കൂടി എടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ കോൺഫ്ലോറിലേക്ക് ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ എഗ്ഗിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കോരി മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ എല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോക്കിയിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ ചിക്കൻ എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഈ നമ്മൾ ചിക്കൻ വേവിച്ച ഈ വെള്ളമില്ലേ, അത് ഈ വെജിറ്റബിളിന് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള സോസും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ടൊമാറ്റോ സോസിനേക്കാളും നല്ലത് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇല്ലേ, അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗില്ലേ, അത് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനിതാ അവസാനമായിട്ട് നമ്മുടെ കോൺഫ്ലോറും കൂടി ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല തിക്കാവണ്ട. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാനിതാ ഇപ്പോൾ കോൺഫ്ലോറിന് ആ മിക്സ് ഒഴിച്ചു കൊടുക്കാമെന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ഒരു സൂപ്പാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.